ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കദ്രുവിൻ്റെയും നാഗങ്ങളുടെയും കഥ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, കദ്രുവിൻ്റെ ശാപം മൂലം നാഗങ്ങൾ ജനമേജയൻ്റെ സർപ്പയജ്ഞത്തിൽ വീണ് മരിക്കും എന്ന് പറഞ്ഞു. അതിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് ആസ്തികന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആരാണ് ആസ്തികനെന്നും അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്കിന്ന് വളരെ വിശദമായിട്ട് ഒന്ന് നോക്കാം. നിങ്ങളെല്ലാവരും മഹാഭാരതത്തിലെ ഈ കഥ വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി ഇരുന്ന് കേൾക്കണം. ജരത്കാരു എന്ന് പറഞ്ഞ ഒരു ഋഷി ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ആ ഋഷിയുടെ ശരീരം വളരെ ഭയാനകമായിരുന്നു. പിന്നീട് അദ്ദേഹം തപസ് അനുഷ്ഠിക്കുകയും അങ്ങനെ ആ തപസ്സിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വളരെയധികം ക്ഷീണമുള്ളതാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ മെലിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ആ സാഹചര്യത്തിലാണ് ആ ഋഷിക്ക് ജരത്കാരു എന്ന നാമം ലഭിക്കുകയും ചെയ്തത്. അതുപോലെ വാസുകി എന്ന നാഗത്തിനും ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പേരും എന്തു തന്നെയായിരുന്നു? ജരത്കാരു എന്ന് തന്നെയായിരുന്നു. ആ ജരത്കാരുവിന്, അതായത് വാസുകിയുടെ സഹോദരിക്കും ആ പേര് കിട്ടിയത് ഈ ഋഷിക്ക് പേര് വന്നു വീണ അതേ സാഹചര്യത്തിൽ തന്നെയാണ്. അതായത് ആ ജരത്കാരുവും ദിവസങ്ങളോളം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുകയും അതിൻ്റെ ഫലമായിട്ട് വാസുകിയുടെ സഹോദരിയുടെ ശരീരം വളരെ ക്ഷീണിച്ചു പോവുകയും ആ സഹോദരിക്ക് ഒരു വൈവാഹിക ജീവിതം പോലും ആ സഹോദരി ആഗ്രഹിച്ച് ഇരുന്നതും ഇല്ല. അങ്ങനെ ആ ഋഷിയും അതുപോലെ തന്നെ വാസുകിയുടെ സഹോദരി, ആ സഹോദരിയും ഒരേ പേരിൽ അറിയപ്പെട്ടു. അത് അവരുടെ ശരീരം ക്ഷീണിപ്പിച്ചത് കൊണ്ടാണ് രണ്ടുപേരുടെയും പേര് ജരത്കാരു എന്നായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ആ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഭരണകാലത്തായിരുന്നു. എന്നും ദേശാടനം നടത്തിയിരുന്ന ജരത്കാരു ഏത് സ്ഥലത്തു വെച്ചാണോ സന്ധ്യയാകുന്നത് അവിടെ അദ്ദേഹം തങ്ങിയിരുന്നു. അതായത് ഈ ഋഷിയായ ജരത്കാരു സനാതനങ്ങളായ നിയമങ്ങൾ പാലിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. സാധാരണക്കാരായ മനുഷ്യർക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ അസാധ്യമായിരുന്നു. കാരണം ഈ ഋഷി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ചെയ്യുവാൻ വളരെ പ്രയാസമായിരുന്നു. കാരണം ആഹാരമൊന്നും ഇദ്ദേഹം കഴിച്ചിരുന്നില്ല. അദ്ദേഹം കഴിച്ചിരുന്നത് വായുവാണ്. അങ്ങനെ വായു മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്ന ഒരു ഋഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ മെലിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞിരുന്നു. ഒരു ദിവസം അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു. അസാധാരണമായ ഒരു കാഴ്ച ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടുകയാണ്. കുറേ പിതൃക്കൾ തല കീഴായി ഒരു മഹാഗർത്തത്തിലേക്ക് തൂങ്ങിക്കിടക്കുന്നു. ഈ പിതൃക്കൾ തൂങ്ങിക്കിടന്നത് എന്തിലാണെന്നറിയാമോ? ഒരു പുൽക്കൊടിയിലായിരുന്നു. ജരത്കാരു ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കിയപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടു. എന്താണ്? ആ പുൽക്കൊടി ഒരു എലിയിരുന്ന് കറുമ്പുന്നു. ഈ പിതൃക്കളെ നോക്കിയപ്പോൾ അവരാകെ ക്ഷീണിച്ചവരും ദുഃഖിതരുമായിട്ടാണ് കാണപ്പെട്ടത്. അവരാഹാരമൊന്നും കഴിച്ചിട്ടില്ല എന്ന് ജരത്കാരുവിന് അവരെ കണ്ടപ്പോൾ തോന്നുകയും ചെയ്തു. അങ്ങനെ ഈ ജരത്കാരു ഈ പിതൃക്കളുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഭവാന്മാർ ഏത് പുൽക്കൊടിയുടെ ബലത്തിലാണോ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്? ആ പുൽക്കൊടിയെ ഇതാ ഇപ്പോൾ ഒരു എലി കറുമ്പുന്നു. ഭവാന്മാർ ആരാണ്? ഈ പുൽക്കൊടി മുറിഞ്ഞു പോയാൽ ഭവാന്മാർ ഈ അഗാധ ഗർത്തത്തിലേക്ക് തല കീഴായി പതിക്കുമല്ലോ.
നിങ്ങളെ ഈ ദാരുണമായ അവസ്ഥയിൽ കണ്ടുമുട്ടി എനിക്ക് വലിയ വിഷമം തോന്നുന്നു. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കുന്നത്? എൻ്റെ തപോബലത്തിൻ്റെ 4/1 3/1 പകുതിയോ തന്നാൽ നിങ്ങളെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് നൽകാം. അതുമല്ലെങ്കിൽ എൻ്റെ തപോബലം പൂർണ്ണമായും അടിയറ വെച്ച് ഞാൻ ഭവാന്മാരെ രക്ഷിക്കാം. നിങ്ങളെ എനിക്ക് രക്ഷിക്കണം എന്ന് വല്ലാത്ത ഒരു ആഗ്രഹം തോന്നുന്നു. നിങ്ങൾ കൽപ്പിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ജരത്കാരു ആ പിതൃക്കളോട് പറഞ്ഞപ്പോൾ പിതൃക്കൾ മറുപടി പറയുകയാണ്, ഞാനൊരു വൃദ്ധനായ ബ്രഹ്മചാരിയാണ്. ഞങ്ങളെ ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ചല്ലോ. അങ്ങയുടെ സന്മനസ്സിന് വളരെയധികം നന്ദി. എന്നാൽ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ആപത്ത് തപസ്സിൻ്റെ ബലം കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നതല്ല. തപോബലം ഞങ്ങളിലും ആവശ്യം പോലെയുണ്ട്. എന്നാൽ വംശപരമ്പര അറ്റുപോയത് കാരണം ഞങ്ങൾ ഈ ഘോര നരകത്തിൽ പതിക്കുകയാണ്. വൃദ്ധനായ അവിടുന്ന് കാരുണ്യം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അങ്ങ് ശ്രദ്ധിക്കുക. ഞങ്ങൾ യായവരന്മാർ എന്നറിയപ്പെടുന്ന ഋഷിമാരാണ്. മുമ്പ് ഞങ്ങൾ പുണ്യലോകത്തിലായിരുന്നു. വംശപരമ്പര അന്യം നിന്നുപോയ ദോഷം നിമിത്തം ഞങ്ങൾ പുണ്യലോകത്തു നിന്നും താഴെ വീണുപോയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരൊറ്റ ആൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അയാൾ അനുപമനാണ്. ഞങ്ങളുടെ ഭാഗ്യക്കേട് എന്ന് പറയട്ടെ, അദ്ദേഹം ഒരു തപസ്വിയായിപ്പോയി. ആ തപസ്വിയുടെ പേര് ജരത്കാരു എന്നാണ്. അദ്ദേഹം വേദാന്ത ദർശന പാരംഗതനാണ്, ഉദാരനാണ്, വ്രതശീലനാണ്. തപസ്സിനോടുള്ള ആഗ്രഹം നിമിത്തം അദ്ദേഹം ഞങ്ങളെ കഷ്ടത്തിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിനു വേറെ ഉറ്റവരോ ഉടയവരോ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആശ്രയം അറ്റവരായ അനാഥരെ പോലെ ഈ നരകത്തിലേക്ക് വീഴാൻ തൂങ്ങിക്കിടക്കുകയാണ്. അങ്ങ് അദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിൽ ഇപ്രകാരം പറയണം, ഹേ ജരത്കാരു, നിങ്ങളുടെ പൂർവപിതൃക്കൾ നരകത്തിലേക്ക് തലകുത്തി വീണുകൊണ്ടിരിക്കുന്നു. അങ്ങ് പാണിഗ്രഹണം ചെയ്ത് സന്താനങ്ങളോട് കൂടിയവനായി തീരുക. അവർ പിതൃക്കൾക്ക് ശ്രാദ്ധം അനുഷ്ഠിക്കണം. ഞങ്ങളുടെ വംശത്തിന് അങ്ങ് മാത്രമാണ് ഇന്നുള്ള ആശ്രയം. ഈ പുല്ലിനെ കറുമ്പുന്ന എലി കാലനാണ്. അതൊരു നാൾ ജരത്കാരുവിനെയും അപഹരിക്കും. അപ്പോൾ ഞങ്ങളുടെ പരമ്പര ഒന്നുകൂടി ആപത്തിൽ പെടും. അങ്ങിവിടെ എന്തെല്ലാം കണ്ടുവോ അറിഞ്ഞുവോ അതെല്ലാം ജരത്കാരുവിനെ അറിയിക്കുക. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ദുഃഖിക്കുന്ന അങ്ങ് ആരാണ്? ദയവായി അങ്ങ് അതുകൂടി വെളിപ്പെടുത്തണം. ഇങ്ങനെ ആ പിതൃക്കൾ പറഞ്ഞപ്പോൾ ജരത്കാരുവിന് വളരെയധികം സങ്കടമായി. എന്നിട്ട് അദ്ദേഹം തൊണ്ടയിടറിക്കൊണ്ട് ആ പിതൃക്കളോട് പറയുകയാണ്, ഞാൻ തന്നെയാണ് ആ ജരത്കാരു. ഭവാന്മാർ തന്നെയാണ് എൻ്റെ അച്ഛനും അപ്പുപ്പന്മാരും എല്ലാം. ഞാൻ നിങ്ങളുടെ മഹാ അപരാധിയായ ആ പുത്രൻ ജരത്കാരുവാണ്. ഭവാന്മാർ എന്നെ നിർദ്ദയം ശിക്ഷിച്ചു കൊള്ളുക. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയുക. ഞാനത് ചെയ്തോളാം എന്ന് ജരത്കാരു വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞപ്പോൾ പിതൃക്കൾ പറയുകയാണ്, കുഞ്ഞേ, നീ
ഞങ്ങളുടെ അടുത്തു വന്നത് മഹാഭാഗ്യം തന്നെ. നീ കണ്ടല്ലോ ഞങ്ങളുടെ ഈ ഗതി. നീ എത്രയും വേഗം വിവാഹം കഴിക്കണം. ഇതാണ് ഞങ്ങളെ രക്ഷിക്കുവാനുള്ള ഏക വഴി എന്ന് ഈ പിതൃക്കൾ ജരത്കാരുവിനോട് പറഞ്ഞു. ഉടനെ ജരത്കാരു പറയുകയാണ്, ബ്രഹ്മചര്യ പാലനത്തിലൂടെ സ്വർഗം നേടണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയവും ചെയ്തിരുന്നു. എന്നാൽ ഭവാന്മാർ നരകത്തിലേക്ക് വീഴാനായി തലകീഴായി ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഞാൻ എൻ്റെ ആ നിശ്ചയം ഇവിടെ ഉപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തീർച്ചയായും കല്യാണം കഴിക്കാം. എൻ്റെ പേര് തന്നെയുള്ള ഒരു കന്യകയെ എനിക്ക് കിട്ടുമെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കാം. പക്ഷേ അവളെ ഞാൻ ഭാര്യയായി സ്വീകരിക്കുകയില്ല. അവളിൽ ഒരു പുത്രനെ ഞാൻ ജനിപ്പിക്കാം. ആ പുത്രൻ നിങ്ങളെ നരകത്തിലേക്ക് പതിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കും. നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാക്കി തരും. അതുകൊണ്ട് പരലോകവാസം നിങ്ങൾക്ക് ദുഷ്കരമായിരിക്കുകയില്ല. ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് ഈ ജരത്കാരു പറയുകയാണ്. അതിനുശേഷം ഈ ജരത്കാരു ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം അലയാൻ തുടങ്ങി. പക്ഷേ ഈ ശരീരമൊക്കെ ഇങ്ങനെ വളരെ ക്ഷീണിച്ച് വൃദ്ധനെ പോലെ തോന്നിയിരുന്ന ജരത്കാരുവിന് ആരും തന്നെ കന്യകയെ കൊടുത്തില്ല. അദ്ദേഹത്തിന് വളരെയധികം നിരാശ വന്നു. അദ്ദേഹം കാടും നാടുമെല്ലാം കയറിയിറങ്ങി. എന്നിട്ട് മുറുക്ക വിളിച്ച് ചോദിക്കുകയാണ്, എന്ത്? ഞാൻ കന്യകയെ യാചിക്കുന്നു. എനിക്ക് കന്യകയെ വേണം. അത് പിതൃക്കളുടെ ദുഃഖം അകറ്റാനാണ്. എൻ്റെ പേരുള്ളതും എൻ്റെ സംരക്ഷണം ആവശ്യമില്ലാത്തതുമായ കന്യകയെ എനിക്ക് കിട്ടണം എന്ന് അദ്ദേഹം ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. അപ്രകാരമുള്ള ജരത്കാരുവിൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ നാഗരാജാവായ വാസുകി ജരത്കാരുവിൻ്റെ അടുത്ത് വന്നിട്ട് ആ പേര് തന്നെയുള്ള തൻ്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ചു തരാം എന്ന് ജരത്കാരു എന്ന ഋഷിയോട് പറയുകയാണ്. എന്നിട്ട് വാസുകിയുടെ സഹോദരിയായ ജരത്കാരുവിനെ ജരത്കാരു എന്ന ഋഷിക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നു. രണ്ടുപേരും വാസുകിയുടെ കൊട്ടാരത്തിലാണ് താമസിച്ചത്. ഭർത്താവായ തനിക്ക് അനിഷ്ടം തോന്നുന്ന തരത്തിൽ ഒന്നും പറയാനും പ്രവർത്തിക്കുവാനും പാടില്ല എന്ന് ജരത്കാരു എന്ന മുനി ഒരു വ്യവസ്ഥയും ഉണ്ടാക്കി. ഈ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവളെ ഉപേക്ഷിച്ച് പൊയ്ക്കളയും എന്നൊരു തീർപ്പും കൽപ്പിച്ചു. വ്യവസ്ഥകളെല്ലാം വാസുകിയുടെ സഹോദരി സ്വീകരിച്ചു. അങ്ങനെ ആ മുനിയുടെ പത്നി കാലക്രമേണ ഗർഭിണിയും ആയി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ ഋഷി തൻ്റെ പത്നിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. നേരം സന്ധ്യയായിട്ടും അദ്ദേഹം ഉണർന്ന് എഴുന്നേറ്റില്ല. ഋഷിപത്നി ആകെ വിഷമിച്ചു. മുനിയെ ഉണർത്തിയാലും ഉണർത്തിയില്ലെങ്കിലും അപരാധമാകുമല്ലോ എന്ന് ആ ഋഷിപത്നി ഓർക്കുകയും വിഷമിക്കുകയും ചെയ്തു. വളരെ പാടുപെട്ടാണ് മുനി ധർമ്മപരിപാലനം നടത്തിക്കൊണ്ടു പോന്നിരുന്നത്. സന്ധ്യയ്ക്ക് കിടന്നുറങ്ങുന്നത് ധർമ്മലോപമാണ്. അപ്പോൾ ഉണർത്തിയില്ലെങ്കിൽ ധർമ്മത്തിന് നാശവും സംഭവിക്കും. ഉണർത്തിയാലോ ഋഷി കോപിക്കുകയും ചെയ്യും. എന്തെങ്കിലും വരട്ടെ എന്ന അവസാനം ഈ ജരത്കാരു എന്ന ഋഷിയുടെ പത്നി വിചാരിക്കുകയും അദ്ദേഹത്തിന് ധർമ്മലോപം വരുന്നത് തനിക്ക് സഹിക്കുവാൻ പറ്റില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഗുരുപത്നി ഈ ജരത്കാരുവിനെ ഉണർത്തുകയാണ്. പ്രഭോ, നേരം സന്ധ്യയായി,
സന്ധ്യാവന്ദനം ചെയ്യണ്ടേ, അതിനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ഋഷിയെ ജരത്കാരു ഉണർത്തി. ജരത്കാരു ഉണർന്നു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറയുകയാണ്, സർപ്പിണി, നീ എന്നെ അപമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ ഇനി കഴിയുകയില്ല. ഞാൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ ഞാൻ തിരിച്ചു പോകും. ഞാൻ ഉറങ്ങുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനിതാ പുറപ്പെടുന്നു. ഇങ്ങനെ വളരെ നിഷ്ഠൂരമായ വാക്കുകളാണ് ഈ ജരത്കാരു എന്ന ഭർത്താവ് ഭാര്യയായ ജരത്കാരുവിനോട് പറഞ്ഞത്. ജരത്കാരു തൊഴുതു നമസ്കരിച്ചു. പോകല്ലേ, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഞാൻ അങ്ങയെ അപമാനിക്കാൻ വേണ്ടി ചെയ്തതല്ല. അങ്ങയുടെ ധർമ്മത്തിന് ലോപം വരുമോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജരത്കാരു അതൊന്നും കാര്യമായി എടുത്തില്ല. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ ശപഥം ചെയ്തു പോയതാണ്. അപ്രിയം തോന്നിയാൽ ഉപേക്ഷിച്ചു പോകുമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ. ഞാൻ പോയ ശേഷം മാത്രം അക്കാര്യം നീ നിൻ്റെ സഹോദരനോട് പറഞ്ഞാൽ മതി എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. ഭാര്യയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. അവളുടെ മുഖം വിളറി വെളുത്തു, തൊണ്ടയിടറി, കണ്ണുനീർ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. സങ്കടവും ഭയവും കൊണ്ട് വിറച്ചുകൊണ്ടിരുന്ന അവൾ ആ ഋഷിയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ധർമ്മജ്ഞ, നിരപരാധിയായ എന്നെ ഉപേക്ഷിക്കല്ലേ. ഞാൻ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അങ്ങയെ സേവിച്ചത്. ഒരു പ്രത്യേക കാര്യസാധ്യത്തിനാണ് എൻ്റെ ജ്യേഷ്ഠൻ എന്നെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തന്നത്. ആ കാര്യം ഇന്നും പൂർത്തീകരിച്ചിട്ടില്ല. എൻ്റെ ബന്ധുക്കളായ സർപ്പങ്ങൾ കദ്രുമാതാവിൻ്റെ ശാപത്താൽ ഇന്ന് വിഷമിക്കുന്നു. അങ്ങയിൽ നിന്നും എനിക്കുണ്ടാകുന്ന പുത്രനു മാത്രമേ ജനമേജയൻ്റെ സർപ്പയജ്ഞത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. അങ്ങയുമായുള്ള എൻ്റെ പാണിഗ്രഹണം നിഷ്പ്രയോജനമാകരുത്. ഞാൻ ഗർഭിണി പോലും ആയിട്ടില്ല. ഈ അബലയെ ഉപേക്ഷിച്ച് അങ്ങ് എന്തിനാണ് പോകുന്നത്? ഇങ്ങനെയൊക്കെ ഈ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഭദ്രേ, നീ ഗർഭിണിയാണ്. നിന്റെ ഉദരത്തിൽ അഗ്നിക്ക് സമാനമായ തേജസ്സുള്ള ഒരു ഗർഭം ഉണ്ട്. ഇക്കാര്യം നീ അറിയുക. ധർമാത്മാവും വിദ്വാനുമായ ഒരു ഋഷിക്ക് നീ ജന്മം നൽകും. ഇങ്ങനെ പറഞ്ഞിട്ട് ജരത്കാരു എന്ന മുനി അവിടെ നിന്നും പോയി. അതിനുശേഷം ജരത്കാരു എന്ന വാസുകിയുടെ സഹോദരൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വാസുകി പറയുകയാണ്, സഹോദരി, അദ്ദേഹത്തിനു നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതിൻ്റെ ഉദ്ദേശം നിനക്കറിയാമല്ലോ. അദ്ദേഹത്തിൽ നിന്നും നിനക്ക് പുത്രനുണ്ടാകണം എന്നുള്ളത് ബ്രഹ്മാവിൻ്റെ വചനമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നീ ഗർഭിണിയായോ? ഇതെല്ലാം ഒരു സഹോദരൻ ചോദിച്ചു കൂടാത്തതാണ്. എങ്കിലും കാര്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ചോദിച്ചു പോയതാണ്. തിരിച്ചു പോകുവാനുള്ള തീരുമാനമെടുത്താൽ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക അസാധ്യമാണ്. പുറകെ ചെന്ന് വിളിച്ചാൽ അദ്ദേഹം ശപിച്ചാലോ? നീ കാര്യം തുറന്ന് പറയുക. ആശ്വസിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? ഇങ്ങനെയൊക്കെ വാസുകി സഹോദരിയോട് ചോദിച്ചപ്പോൾ സഹോദരി വാസുകിയോട് പറയുകയാണ്, ജരത്കാരു എന്ന സഹോദരി വാസുകിയോട് പറയുകയാണ്, ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വാസുകിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും സഹോദരിയെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ വാസുകി തൻ്റെ സഹോദരിക്ക് വേണ്ട സകല ശുശ്രൂഷകളും ചെയ്തു കൊടുത്തു. അങ്ങനെ 10 മാസം തികഞ്ഞപ്പോൾ മുനിപത്നിയായ ജരത്കാരു ഒരു ദിവ്യകുമാരന് ജന്മം നൽകുകയും
ചെയ്തു. അവളുടെ മാതൃവംശത്തിലും പിതൃവംശത്തിലുമുള്ള സർപ്പങ്ങളുടെ ഭയം അതോടുകൂടി അകലുവാനും തുടങ്ങി. ക്രമേണ ആ കുട്ടി വളർന്ന് ച്യവനമുനിയിൽ നിന്നും സകല വേദങ്ങളും ഹൃദിസ്ഥമാക്കി. താൻ ഗർഭിണിയായില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി അസ്ഥി, അതായത് ഗർഭമുണ്ട് എന്ന് പിതാവ് മറുപടി പറഞ്ഞതിനാൽ ആ ദിവ്യകുമാരൻ ആസ്തികൻ എന്നു പേരുള്ള ഒരു ദിവ്യനായി മാറി. അല്പകാലത്തിനുള്ളിൽ ആ ദിവ്യകുമാരൻ നാഗങ്ങളുടെ പ്രതീക്ഷയായും മാറി. ഇവിടെ താൻ ഗർഭിണിയായില്ല എന്ന് വളരെ സങ്കടത്തോടുകൂടി ജരത്കാരു എന്ന ഋഷിപത്നി തൻ്റെ ഭർത്താവായ ജരത്കാരുവിനോട് പറഞ്ഞപ്പോൾ അസ്ഥി എന്ന് പറഞ്ഞു. അസ്ഥി എന്ന വാക്കിൻ്റെ അർത്ഥം ഗർഭമുണ്ട് എന്നാണ്, ഉണ്ട് എന്നാണ്, ഗർഭമുണ്ട്, ആ രീതിയിലാണത് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആസ്തികൻ എന്ന പേര് കിട്ടിയത്. ഇതാണ് വ്യാസഭഗവാൻ പറഞ്ഞു തരുന്നത്. ഈ കഥയിലൂടെ വ്യാസഭഗവാൻ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? പിതൃബലിയെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. കുടുംബം അന്യം നിന്നു പോകരുത്, വംശം അന്യം നിന്നു പോകരുത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇവിടെ പറയുന്നു. എല്ലാവർക്കും ലൗകിക ജീവിതത്തിന് താല്പര്യമില്ല, മോക്ഷം നേടണം എന്നും പറഞ്ഞ് ഓരോരുത്തരും സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വംശം നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് വ്യാസഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ലൗകിക ജീവിതത്തിനോടുള്ള വിരക്തിയോടുകൂടി താപസവൃത്തി മാത്രം സ്വീകരിച്ച് ജനം കഴിഞ്ഞുകൂടണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. പിതൃപൂജ, പിതൃബലി അത് നിർബന്ധമായും ചെയ്യണം. ഒരു താപസനോ ഒരു സന്യാസിക്കോ പറ്റാത്ത കാര്യം ചിലപ്പോൾ ഒരു ലൗകിക ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള സത്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓരോ കുടുംബത്തിലും പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഒരു സന്തതിയെങ്കിലും ഉണ്ടാകണം. അതാണ് വ്യാസൻ്റെ അഭിപ്രായം. സന്യാസം ശ്രേഷ്ഠം തന്നെ, എന്നാൽ എല്ലാവരും സന്യാസി ആകരുത്. ഇവിടെ മരിച്ചുപോയ ആത്മാക്കളാണ് ജരത്കാരുവിനോട് പിതൃകർമ്മം ചെയ്യാൻ ഒരു പുത്രൻ വേണം എന്ന് പറയുന്നത്. അതായത് മരിച്ചുപോയവരാണെങ്കിൽ പോലും അവർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്തം, അതായത് വംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതിലുള്ള ഒരു കാരണവരുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ വ്യാസൻ പ്രത്യേകമായി എടുത്തു പറയുന്നത്. ശ്രാദ്ധം ചെയ്യണം. അത് ഐക്യം ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ്. മരിച്ചാൽ പോലും മനുഷ്യരോട് ബന്ധം ഉണ്ട് എന്നുള്ളതാണ് സനാതന ധർമ്മത്തിൻ്റെ കാതലായ മൂല്യം. അതായത് നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു പോയാലും എത്രയോ തലമുറകളാണ്, അതായത് കൊച്ചുമക്കളൊക്കെ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ അത് കുടുംബ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വ്യാസൻ പറയുന്നത്. കുടുംബ ബന്ധത്തിൻ്റെ കെട്ടുറപ്പുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. കരുതലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മരിച്ചുപോയവർ പോലും വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് മോക്ഷം നൽകുന്നതിന് വേണ്ടി, ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി ബലിയിടാൻ ഒരു പുത്രനുണ്ടാകണം, വംശം നിലനിൽക്കണം എന്ന് പറയുന്നു. മരിച്ചുപോയവർ അക്കാര്യം ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ
ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അക്കാര്യം ഓർമ്മിപ്പിക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്ന് ഇവിടെ വ്യാസൻ പറയുന്നു. മരിച്ചു പോയാലും ആ ആളുകളെ നമ്മൾ ഓർക്കണം എന്ന് വ്യാസൻ പറയുന്നു. കർമ്മം ചെയ്യണമെന്നും പറയുന്നു. ഇതാണ് മഹത്തായ സനാതന ധർമ്മത്തിൻ്റെ മൂല്യം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിതൃപൂജ, പിതൃകർമ്മങ്ങളൊക്കെ നടത്തേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കർക്കടകം വരുന്നു അല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഹരേ കൃഷ്ണ.